ഇന്ന് നമ്മൾ വലിയൊരു യുദ്ധത്തിന് വേണ്ടി പോവാണ്. സംബന്ധിച്ച് നിന്റെ പ്ലസ് അടുത്ത പബ്ലിക് എക്സാം തുടങ്ങുകയാണ്. അതേപോലെ വേറെ സംബന്ധിച്ച് എനിക്ക് നോമ്പുണ്ട്. നോമ്പൊക്കെ നോക്കിക്കണം. ഇനി ഫുള്ള് പടച്ചോന്റെ കയ്യിലാണ്. പോണെങ്കിൽ മുമ്പ് നമുക്ക് വലിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ട്. സംഭവം നമുക്ക് അത്രക്ക് സിമ്പിൾ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. ഇതിലേത് ഷൂ പെടുക എന്നുള്ള കൺഫ്യൂഷൻ. അങ്ങനെ ലാസ്റ്റ് എന്താണ് സെലക്ട് ചെയ്ത്. ഇന്നാണ് നമ്മളെ മെയിൻ ആയുധം പുറത്തെടുക്കണം. ഈ ഹാൾ ടിക്കറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ അതിലൊരു സുന്ദരന്റെ ഫോട്ടോ ആണുള്ളത്. സ്കൂൾക്ക് കയറാൻ നേരത്താണ് ഞാൻ പേനെടുക്കാൻ മറന്നു എന്നുള്ള കാര്യം ഓർമ്മ വരുന്നത്. അങ്ങനെ പേനൊക്കെ വാങ്ങിയപ്പോഴാണ് ഇവിടെ വേറെ സംഭവം. പരീക്ഷ ഹാളിന്ന് വ്ലോഗ് എടുത്താൽ പോലും ഞാൻ ചുമരുമൊക്കെ. അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞിട്ടാണ് പിന്നെ വ്ലോഗ് എടുക്കണേ. എങ്ങനെയുണ്ട് അങ്ങനെ ഓരോരുത്തരോട് പരീക്ഷന്റെ റിവ്യൂ ചോദിച്ചു. എങ്ങനെയുണ്ട്, എത്ര ഉണ്ടാവും? അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മളെ ചെക്കന്റെ പേരിൽ തുറവുണ്ട്. ഇതാണ് നമ്മളെ ചെക്കൻ. നമ്മളെത്തിയപ്പോൾ ഫുഡും വന്നു. സത്യം പറഞ്ഞ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും അശ്മിലേനി സജീവമായിട്ട് പണിയെടുത്തേ. ബാക്കിയുള്ള ഇന്റെ പോലെ ഇങ്ങനെ ഡയലോഗ് അടിച്ചിരിക്കുമ്പോൾ അശ്മില് മാത്രം അവിടെ പണിയെടുക്കും. അവസാനം നമ്മളെ ഇൻട്രോവേർട്ടിന്റെ അടുത്തൊരു ചെമ്പട്ടി കിട്ടി. അവിടെ ആള് കൂടിയപ്പോൾ ചെറുക്കനാകെ പേടിച്ചു. പിന്നെ ആകെ ഫിയർ ആയിട്ട് കടന്ന് കറങ്ങണ്ടേ. ഈ ചങ്ങായിന് ഓഫ് ആക്കാനുള്ള സ്വിച്ച് എവിടെയാണോ? ചെറുക്ക ഇവിടെ ഇത്രയും പണിയെടുക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇവിടെ നോക്കിയിരിക്കുകയാണ്. സത്യം പറഞ്ഞ ഇവന്റെ പേരിത്താണ് ഈ പരിപാടി. ഇവനാണ് ഈ തൊപ്പിയൊക്കെ കൊണ്ടാവാൻ നിൽക്കണേ. അവസാനം അങ്ങനെ ഭാഗം കൊടുത്തപ്പോ നമ്മൾ നോമ്പൊക്കെ തുറന്നു. ഒരു കട്ട്ലറ്റിനെ പീഡിപ്പിച്ചിട്ടുണ്ടല്ലേ. അവിടുന്ന് നമ്മൾ നേരെ പള്ളിക്കുട്ട്. അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ പണിയെടുത്ത്. കണ്ടില്ലേ, ഈ ചോറ് ഞാനാ വെച്ചേ. അങ്ങനെ പണിയൊക്കെ എടുത്ത ക്ഷീണത്തിൽ നമ്മൾ കുറച്ച് സമാധാനം തേടി വന്നു. അപ്പൊ ശരി, എന്നാ ഫോളോ ചെയ്ത് അടുത്ത വീഡിയോയിലാണ്.